കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിസ്തുലനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ. ഈ കൊറോണ കാലഘട്ടത്തിൽ ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കി ചില പഠനങ്ങളും ധ്യാനചിന്തകളും തയ്യാറാക്കുവാനും അത് യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത് ജനങ്ങൾക്ക് ലഭ്യമാക്കുവാനുള്ള ഒരു എളിയ പരിശ്രമത്തിന് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ശുശ്രൂഷ മേഖലയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടു. ഈ പഠനങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഒരു പഠനത്തിന് ദൈവാത്മാവ് എനിക്ക് പ്രചോദനം നൽകി. അങ്ങനെ ഏതാനും പ്രഭാഷണങ്ങൾ ഞാൻ തയ്യാറാക്കി അത് യൂട്യൂബിൽ സംപ്രേഷണം ചെയ്തു. അതിന്റെ ശ്രോതാക്കളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ, കുറെ സ്നേഹിതർ ഫോണിൽ കൂടെ മുൻപോട്ട് വെച്ച അഭ്യർത്ഥനയും മാനിച്ചാണ് അന്യഭാഷാവരത്തെ പറ്റി കുറെ കൂടെ ഗൗരവമായ ഒരു പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ തുനിഞ്ഞത്. ഇതൊരു ദൈവ നടത്തിപ്പായി ഞാൻ കാണുന്നു. നാമും പരിശുദ്ധാത്മാവും, ഹോളി സ്പിരിറ്റ് ആൻഡ് അസ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള എൻ്റെ പ്രഭാഷണങ്ങളിൽ നാലാമത്തേത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ ആദ്യത്തേതായി ഞാൻ സൂചിപ്പിച്ചത് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ്, കൺവിക്റ്റിംഗ് വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നതാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ മുഖ്യ പ്രവർത്തനം ഇതാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തേതായി ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മ പ്രവർത്തനമാണോ എന്നതിനെ പറ്റിയാണ്. അന്യഭാഷാവരം വേദപുസ്തക വീക്ഷണത്തിൽ ഗിഫ്റ്റ് ഓഫ് സ്പീക്കിംഗ് ഇൻ ടങ്സ് എ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് എന്നതാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ പൊതുവായ വിഷയം അഥവാ തലക്കെട്ട്. One segment of Christians ignore the gift of speaking in tongues, while the other segment consider it as the most important thing in one's spiritual life and experiences. ക്രൈസ്തവരിൽ ഒരു വിഭാഗം അന്യഭാഷാവരത്തെ തീർത്തും അവഗണിക്കുകയും അത് ക്രിസ്ത്യാനികൾക്ക് ആവശ്യമില്ലാത്ത ഒന്നാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, മറ്റൊരു വിഭാഗം അന്യഭാഷാവരം അതിപ്രധാനമാണെന്ന് കരുതുകയും ഒരുവന്റെ വിശ്വാസ ജീവിതത്തിന്റെയും ആത്മീയ അനുഭവങ്ങളുടെയും അടിസ്ഥാനം അന്യഭാഷാവരലബ്ധിയാണെന്ന് കരുതുകയും ചെയ്യുന്നു. One group of Christians consider the gift of speaking in tongues as a yardstick to measure one's spirituality, while the other group says any claim of receiving the gift of speaking in tongues is false. അന്യഭാഷാവരം ലഭിച്ചുവോ ഇല്ലയോ എന്നത് ഒരുവന്റെ ആത്മീയതയുടെ ഉരകല്ലായി ഒരു കൂട്ടർ പരിഗണിക്കുമ്പോൾ, മറുകൂട്ടർ അന്യഭാഷാവരം ലഭിച്ചു എന്ന അവകാശവാദം വെറും കപടമാണെന്ന് വാദിക്കുന്നു. People are very much confused in this situation and they try to ignore any and every thought about Holy Spirit. അതിന്റെ പരിണതഫലം എന്താണ്? സാധാരണ വിശ്വാസികൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാതെ കുഴങ്ങിപ്പോവുകയും പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള എല്ലാ ചിന്തകളെയും പഠനങ്ങളെയും ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് അന്യനായി പോകുന്നുവെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. ത്രിയേക ദൈവത്തിന്റെ 3 ആളത്വങ്ങളിൽ പിതാവിനെ പറ്റിയും പുത്രനെ പറ്റിയും ഏകദേശ ധാരണയെങ്കിലുമുള്ള സാധാരണ വിശ്വാസികൾ പരിശുദ്ധാത്മാവിനെ പറ്റി ഒരു ധാരണയും ഇല്ലാത്തവരായോ വെറും വികലധാരണകൾ മാത്രമുള്ളവരായോ കാണപ്പെടുന്നുവെങ്കിൽ അതിന്റെ കാരണവും മേൽപ്പറഞ്ഞത് തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ ഈ പഠനത്തിന്റെ പ്രസക്തി ഏറെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആത്മീയ കാര്യങ്ങളെ പറ്റി ഏറ്റവും അധികം പരാമർശങ്ങൾ ഉള്ളതും അപ്പോസ്തലനായ പൗലോസ് തന്നെ അതിനെപ്പറ്റി വ്യക്തമായി സഭയെ പഠിപ്പിക്കുന്നതുമായ ഭാഗങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ആ ലേഖനത്തെ അടിസ്ഥാനമാക്കി ഈ വിഷയം പഠിക്കുവാൻ ഞാൻ തീരുമാനിച്ചു.
ഈ വരത്തെപ്പറ്റി ദൈവവചന വെളിച്ചത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ പഠനം എന്നെ സഹായിച്ചു. വേദപുസ്തക സത്യങ്ങൾ പലതും ഇന്ന് ആധുനിക ചിന്താധാരകളുടെയും സ്വാധീനങ്ങളുടെയും വലയത്തിൽപ്പെട്ട് നേർത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് എന്റെ ബോധ്യത്തിൽ നിഷ്പക്ഷമായി കലർപ്പില്ലാതെ അവതരിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. എന്റെ വ്യക്തിപരമായിരിക്കുന്ന നിലപാടുകളോ ആധുനിക കാലഘട്ടത്തിലെ വിമോചന ദൈവശാസ്ത്രമോ സ്ത്രീ വിമോചന ദൈവശാസ്ത്ര ചിന്തകളോ ഒന്നും നിഴൽ വീശാതെ കൊരിന്ത്യ ചിന്തകൾ പച്ചയായി അവതരിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. വേദപുസ്തക പുനർവായനയിൽ ആധുനിക കാലഘട്ടത്തിലെ മൂല്യബോധങ്ങളുടെയും യുക്തിബോധത്തിന്റെയും നവീന ചിന്താധാരകളുടെയും മേലാട ഇല്ലാതെ വിശ്വാസ സത്യങ്ങളെ പച്ചയായി അവതരിപ്പിക്കുവാനുള്ള ഒരു എളിയ പരിശ്രമം. അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ പറഞ്ഞ ചിന്താധാരകൾക്ക് അടിപ്പെട്ട ആളുകളിൽ നിന്ന് വിമർശനങ്ങളും വിവാദങ്ങളും ഈ പഠനത്തെപ്പറ്റി ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്റെ ഉദ്ദേശമേ അല്ല എന്ന് വ്യക്തമാക്കട്ടെ. നിങ്ങൾ ഈ ചിന്തകൾ അത്തരത്തിൽ നിഷ്പക്ഷമായി വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ ബോധ്യപ്പെടുന്ന സത്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക ഇന്നിന്റെ ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. എന്നെ പോലെ മറ്റനേകർക്കും കൂടുതൽ കാര്യങ്ങൾ ദൈവവചന വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ സഹായകമാകുമെന്ന പ്രതീക്ഷയോടെ ഈ പഠന ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. സകല സത്യത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഇതിലൂടെ നമ്മെ സത്യത്തിലേക്ക് വഴി നടത്തട്ടെ. ഈ വിഷയമായി ബന്ധപ്പെട്ട് ആദ്യമായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനുള്ള ചിന്ത അന്യഭാഷാ വരത്തെ പറ്റി ബൈബിൾ എന്ത് പറയുന്നു എന്നതാണ്. വാട്ട് ഡസ് ദ ബൈബിൾ സേ അബൌട്ട് സ്പീക്കിംഗ് ഇൻ ടങ്സ്? നമ്മുടെ മുമ്പിലുള്ള ഗൗരവമായ ചോദ്യം അന്യഭാഷാ വരത്തെ പറ്റി ബൈബിൾ എന്ത് പറയുന്നു? അന്യഭാഷാ വരം ഇന്നത്തെ സഭയിലും ദൈവിക പദ്ധതിയുടെ ഭാഗമാണോ എന്നതാണ്. ആണെങ്കിൽ നാം അതിനോട് മുഖം തിരിക്കുന്നത് ഒട്ടും ശരിയല്ല. എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് നാം നിർബന്ധം പിടിക്കുന്നതും ശരിയല്ല. അന്യഭാഷാ വരത്തെ പറ്റി ബൈബിളിൽ ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ ഉള്ളത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ പരിശുദ്ധാത്മ വരങ്ങളെ പറ്റി വിശദമായി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു. കൊരിന്ത്യ സഭയിലെ അനേകർക്ക് അന്യഭാഷാ വരം ലഭിച്ചിരുന്നെങ്കിലും അതിന്റെ ഉപയോഗക്രമത്തെ പറ്റി അവർക്ക് വലിയ ധാരണയില്ലായിരുന്നു. അതുകൊണ്ട് അന്യഭാഷാ വരത്തെ പറ്റിയും അതിന്റെ ഉപയോഗക്രമത്തെ പറ്റിയും അവരെ പഠിപ്പിക്കുവാൻ പൗലോസ് ആഗ്രഹിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തരുടെ ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ശരീരമൊന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്ന പോലെ ആകുന്നു ക്രിസ്തുവും. The gift of speaking in tongues was one of the many gifts given to the believers to aid in the building up of the body of Christ.
ആത്മീക വരങ്ങളിൽ ഒന്നായി അന്യഭാഷാവരം നൽകിയിട്ടുള്ളത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കെട്ടുപണി ചെയ്യുവാനാണെന്ന് പൗലോസ് അവരെ അനുസ്മരിപ്പിക്കുന്നു. The church is the body of Christ, which is made up of all those who give their lives to serve God in order to come to the fullness of Christ. സഭ എന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ക്രിസ്തുവിനെ ശുശ്രൂഷിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കാക്ഷിക്കുന്നവരുടെ കൂട്ടമാണ്. So they work in the ministry that he has appointed them, which differs from person to person. അതുകൊണ്ട് അവരെല്ലാവരും അവരവർക്ക് വെവ്വേറെയായി ദൈവം നൽകിയിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്നവരായിരിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അവസാനിക്കുന്നതും 13-ാം അധ്യായം ആരംഭിക്കുന്നതും അന്യഭാഷയെ പരാമർശിച്ചുകൊണ്ടാണ്. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 13-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്കൊന്ന് തിരിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ പരിശുദ്ധാത്മ വരങ്ങളെ പറ്റി പറയുമ്പോൾ ശക്തീകരണം അന്യഭാഷാ വരത്തിന് നൽകിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം കൊരിന്ത്യർ ഏറ്റവും അധികം ദുരുപയോഗപ്പെടുത്തിയ വരം അതാണെന്നത് കൊണ്ടാണ്. കൊരിന്ത്യരുടെ പെരുമാറ്റത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഫലം അഥവാ സ്നേഹം അവരിലില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് 13-ാം അധ്യായത്തിൽ മറ്റെല്ലാ വരങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു. സ്നേഹമില്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാവുകയില്ല. കൊരിന്ത്യർക്കിടയിൽ വഴക്കുകളും വിഭാഗീയതയും ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ സ്നേഹം അവരിൽ ഇല്ലായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്ന് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. കൊരിന്ത്യ സഭയിൽ ജഡികത മുറ്റി നിന്നിരുന്നതിനാൽ അന്യഭാഷയുള്ള സംസാരം വലിയ ശബ്ദ കോലാഹലങ്ങൾക്ക് കാരണമായി ഭവിച്ചു. സ്നേഹമില്ലാത്തിടത്ത് ഏത് വരത്തിന്റെ ഉപയോഗവും വിലയില്ലാത്തതാണ്. പ്രകടനപരതയുള്ള ഏതു വരത്തിനും അമിത പ്രാധാന്യം നൽകുമ്പോൾ അത് സ്നേഹരാഹിത്യത്തെ മറച്ചു വയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. ഇന്ന് ചില സഭാ വിഭാഗങ്ങളിൽ അന്യഭാഷയ്ക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അവിടെ സ്നേഹത്തിന്റെ സ്ഥാനം എന്തെന്നുള്ളത് പരിശോധനാ വിഷയമാക്കേണ്ടതാണ്. സ്വന്തം സഭയിലുള്ളവരോട് മാത്രമുള്ളതല്ല, എല്ലാവരോടും സ്നേഹം ആചരിക്കാനുള്ള സന്മനസ്സും സ്നേഹബന്ധങ്ങളെ പരിപോഷിപ്പിക്കാനുള്ള താല്പര്യവും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കുടുംബ ബന്ധങ്ങളെ പോലും ശിഥിലീകരിക്കുന്ന ആത്മീയതയെ വിവേചിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ ഞാനൊരു ഭവനം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ പിതാവ് എന്നോട് പറഞ്ഞു, വളരെ കഷ്ടപ്പെട്ട് താൻ മക്കളെ വളർത്തുകയാണ്. തൻ്റെ ഒരേ ഒരു മകൻ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. അടുത്ത കാലത്ത് അവൻ മറ്റൊരു സഭയിലേക്ക് ചേക്കേറി. അന്യഭാഷാ വരമൊക്കെ ലഭിച്ചു എന്ന് അവൻ അവകാശപ്പെടുന്നു. തന്റെ പിതാവും മാതാവും അവനോടൊപ്പം ആ സഭയിലേക്ക് ചേരണം എന്ന് അവൻ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. പക്ഷേ തങ്ങൾ നിൽക്കുന്ന സഭയിൽ നിന്ന് വിട്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവരതിന് മറുപടി നൽകിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ മാസം അവൻ തനിക്കൊരു കത്തയച്ചു. അതിലവൻ എഴുതി, ഇനി മുതൽ എല്ലാ മാസവും അയച്ചുകൊണ്ടുന്ന തുക ഞാൻ അയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അച്ഛനും അമ്മയും ആത്മീയമായി എന്നോടൊപ്പം മുന്നോട്ട് വരാത്തിടത്തോളം കാലം ഇനി മുതൽ എന്നിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന്. മാതാവിനോടും പിതാവിനുള്ള കടപ്പാടുകളും ബന്ധവും പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നായി അന്യഭാഷാവരം മാറിപ്പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആത്മീയത മാറിപ്പോകുന്നുവെങ്കിൽ അതെന്തൊരു ആത്മീയതയാണ് എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ വരങ്ങളുടെയും ഉപയോഗം ഉചിതമായും ക്രമീകൃതമായും വേണം. അന്യഭാഷകൾ സംസാരിക്കുന്നത് വിലക്കരുത്, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മളെ അനുശാസിക്കുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അന്യഭാഷാവരം ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണ്. എന്നാൽ അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതിനെ കുറിച്ച് വ്യക്തമായ ഒരു ദർശനം നമുക്ക് ലഭ്യമായി തീരുവാൻ
ഈ തുടർന്നുള്ള പഠനങ്ങൾ മുഖാന്തരമായി തീരണം. അതുകൊണ്ട് അടുത്ത പഠനങ്ങൾ കൂടെ നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചിന്തകളോടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ പരിശുദ്ധാത്മാ ദാനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിൽ ഒന്നായിരിക്കുന്ന അന്യഭാഷാ വരം, അതിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ പ്രയോഗം എന്താണ്, ഇന്ന് അതിന്റെ ആവശ്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ദർശനം കണ്ടെത്തുവാൻ നിന്റെ വചനം ഞങ്ങളെ സഹായിക്കണം. ഈ ദിനങ്ങളിലെ ഞങ്ങളുടെ പഠനം അതിന് മുഖാന്തരമായി ഭവിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.